അപ്പോഴേക്കും ഓണായി. സനബേബിയുടെ ഡ്രസ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇത് വെച്ചോക്കട്ടെ. ടൈറ്റ് ആണെങ്കിൽ വെക്കില്ല. ടൈറ്റ് അല്ല, നല്ല ഇങ്ങോട്ട് കൊള്ളാല്ലേ? മോളെ സൂപ്പർ എങ്ങനെ പറയും? എങ്ങനെ പറയും? എനിക്ക് ഫ്രോക്ക് നോക്കി കാണിച്ച്. ഹായ് ഹായ്. എവിടെ പോണ മോള്? ഓർഡറാണ് അല്ലേ മോളെ? അമ്മ ഇട്ടില്ലേ? തിരിഞ്ഞു നോക്കണം. അമ്മ ഇടാൻ പോന്നട്ടാ. ഹായ് ടാറ്റാ ടാറ്റാ. നീ താക്കോലിടാ. അപ്പൊ പതിവിലും നേരത്തെയാണ് ഇന്നിപ്പോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇപ്പം നല്ലൊരു മഴക്കാറുണ്ടെങ്കിലും ചൂടിനൊന്നും വലിയ കുറവൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഇറങ്ങിയതുകൊണ്ടാണെന്ന് തോന്നുന്നു റോഡിലൊന്നും അത്ര വലിയ തിരക്കൊന്നുമില്ല. സാധാരണ നമ്മൾ ഇതുപോലെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പം നമ്മൾ കാണിച്ചു തന്നിട്ടില്ലേ, ഭയങ്കര റഷ് ആയിരിക്കും റോഡിലൊക്കെ. അപ്പൊ ഈ ഒരു സമയത്താവുമ്പോഴേക്ക് പലരും വീട്ടുകളിലും അല്ലെങ്കിൽ ഓഫീസിലുള്ളവരാണെങ്കിൽ ഓഫീസിലൊക്കെ ഇരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പുറത്തിറങ്ങാൻ പറ്റിയൊരു ടൈം കേട്ടോ. കാലാവസ്ഥ കൂടി അനുയോജ്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സന ബേബി, സന ബേബി, സന ബേബി, സന ബേബി എവിടെ പോവാ? ടാറ്റ. വാപ്പ എവിടെ? വാപ്പ എവിടെ? എവിടെ? സന ബേബിയുടെ കണ്ണെവിടെ? കണ്ണ് മിടുക്കി. മോളുടെ മൂക്കെവിടെ? തല എവിടെ? തല മിടുക്കി. ക്ലാപ്പ് ചെയ്തേ, ക്ലാപ്പ് ചെയ്തേ. ക്ലാപ്പ്. ഇപ്പൊ മൂടില്ല ക്ലാപ്പ് ചെയ്യാൻ. മൂട് പോയിരിക്കും. നമ്മള് തിരുവനന്തപുരത്ത് ആണെങ്കിലും പല പരിപാടികൾ നടക്കണത് നമ്മളറിയത്തില്ല. പക്ഷെ കുറച്ച് ദൂരത്തൊക്കെ ഉള്ളവരായിരിക്കും ഇതൊക്കെ കാണാനായിട്ട് എത്തുന്നത് കേട്ടാ. അപ്പൊ അങ്ങനെ ചിലര് പറയുമ്പോഴാണ് ഓ ഇങ്ങനൊക്കെ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ അറിയണത്. നമ്മളെ അവിടെ നിന്ന് വന്നപ്പോഴേക്ക് റോഡ് ഫുള്ള് കേട്ടാ പാർക്കിങ്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ അവര് പറഞ്ഞു അകത്തേക്ക് വരണ്ട, ഇവിടെയും പാർക്കിംഗ് ഫുള്ളാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ വരണേ കേട്ടാ. സത്യം പറഞ്ഞാൽ എന്താണ് സംഭവം എന്നുള്ളത് അറിയത്തില്ല. ഇതാണ് ഫുഡ് കോർട്ടാണെന്ന് തോന്നുന്നു. വനം വകുപ്പ് വനവിഭവങ്ങൾ ഒക്കെ അവിടെ കാണുന്നുണ്ട്. ഇവിടെ എന്തോ സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ട പറഞ്ഞ ശരി തന്നെ. ഒരു വണ്ടി അങ്ങോട്ടേക്ക് പോയി. അപ്പൊ ആ ഒരു സ്പേസ് അല്ല, അവിടെ വണ്ടി 2 വീലർ വെച്ചിരിക്കുന്നു. സന്യന് വീട്ടില് കാറുണ്ടല്ലോ, അത് ഓടിച്ചാ പോരെ? എന്താ സന്തോഷം. നമ്മൾക്ക് കാർ പാർക്കിംഗ് കിട്ടാത്തത് കൊണ്ട് നമ്മളിങ്ങ താഴെ വന്ന് നിൽക്കാണ്. നന്തങ്കോട് ആ റോഡ് ജോയിൻ ചെയ്യുന്നതിന്റെ അവിടെ വന്ന് വണ്ടിയിൽ ഇരിക്കുവാണ്. ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ നിന്നോണ്ട് നമുക്ക് ഓട്ടോയിൽ പോവാം.
അല്ലാ. ആ സനമോളെ, സനമോള് വണ്ടിക്ക് ഗിയറൊക്കെ ഇടാൻ പോവാണ്. പാർക്ക് ചെയ്ത വണ്ടിക്ക് ഗിയർ ഇട്ട് പഠിക്കാണോ കുട്ടി? സന ബേബിയുടെ കാറാണോ? ഓ എന്ത് മോളെ? ഓ ഓ ഓ തുടങ്ങി മോളെ. വേർട്ടു കനാക്കുന്ന ഏരിയ പോലെ. സനമോളുടെ കൂളിംഗ് ഗ്ലാസ് എന്ത് ചെയ്ത്? നീ എവിടെ എഴുതി? നിശാഗത്തി എന്നാണ് ഇട്ടത്. ഓഡിറ്റോറിയം. അങ്ങനെ ഇപ്പം നമ്മള് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വരും കേട്ടോ വണ്ടി. അവിടെ പാർക്കിങ്ങിന് ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് പോലും ഇല്ല കേട്ടോ നമ്മൾ ആ നിശാഗന്ധിയുടെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒന്ന് നടന്നാൽ മതി. പിന്നെ മോളെയും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ ഇപ്പം വലിയവരാണെങ്കിൽ നടന്നു പോകത്തൊക്കെ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പം ഒന്നത് ഉച്ച സമയം കൂടിയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടാ. അപ്പം സനമോൾക്ക് ഓട്ടോയിൽ കയറിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അതിങ്ങനെ പേടിച്ചതുപോലെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നുണ്ട്. കുലുങ്ങുന്ന കാണുമ്പോൾ അവൾക്ക് ഭയങ്കര രസം തോന്നുന്നുണ്ട് കേട്ടാ. അപ്പൊ പറഞ്ഞു തീരുന്ന മുന്നേ തന്നെ ഇവിടെ എത്തി. നമ്മൾ ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ അല്ല പോയത് കേട്ടാ. കാരണം അവിടെ ഒന്നും വണ്ടി വിടുന്നില്ല എന്ന് ഓട്ടോക്കാരൻ പറഞ്ഞു. അപ്പൊ ഇവിടെ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതുവഴി കയറി. അപ്പൊ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇനി ഓരോന്നോരോന്നായിട്ട് കയറി നോക്കട്ടെ. അപ്പൊ അറിയാം എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോളിലേക്ക് കയറി. ശരിക്കും പറഞ്ഞാൽ ചൂടിൽ നിന്ന് ഇതിനകത്തേക്ക് കയറിയപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ നല്ല ഫാനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ചൂടൊന്നും ഇതിൻ്റെ അകത്ത് കയറി അനുഭവപ്പെടുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോളംസുകളെല്ലാം ഇച്ചിരി താഴ്ന്ന രീതിയിലും ബ്ലാക്ക് ഇച്ചിരി ഹൈലി പ്രൊജക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ലേറ്റ് ആണ്. അപ്പം ഇത് നമ്മൾ നിങ്ങൾ പെൻസിലും പേനയൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇത് പെൻസിലിന് പകരമുള്ള ഒരു സാധനമാണിത്. അങ്ങനെ അങ്ങനെ അത് മാപ്പാണ് സംഭവം. വെറൈറ്റി രീതിയാണ്. അറിയാൻ പറ്റും ഇതിനകത്ത് അബ്രിവേഷൻസ് ഉണ്ട്. കാരണം നമ്മളിവിടെ കേരളം വരുന്നുണ്ട്. അതിനകത്ത് തന്നെ നമ്മൾ പശ്ചിമഘട്ട വലതിനാണ് ഇങ്ങനെ വളച്ചു കൊടുത്തിരിക്കുന്നുണ്ട്. വെസ്റ്റേൺ ഗട്ട്സ് ആണ്. വെസ്റ്റേൺ ഗട്ട്സ് ആണ് ഇങ്ങനെ വളച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പിന്നെ ഈ പേജിലെന്ന് പറഞ്ഞാൽ ഇത് യൂണിയൻ ടെറിട്ടോറിയാണ്. പല ഡിപ്പാർട്ട്മെന്റിന്റെ പലതരത്തിലുള്ള സ്റ്റോളുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. പിന്നെ പ്രൈവറ്റുകാരതും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ഇതിനൊന്നും വേണ്ടി ഇവിടെ വന്നതല്ല. അപ്പം ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അഡ്വഞ്ചർ കുറച്ച് റൈഡൊക്കെ ഇവിടെ ഉണ്ടെന്ന് പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോഴേക്കും അവിടെ വരണം എന്നും കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ തന്നെ ഇതുപോലെ സ്റ്റോളിൻ്റെ അകത്തേക്ക് കയറി വേണം അവിടെ എത്താനായിട്ടുള്ളത് കേട്ടോ. അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ പോകാനുള്ള വഴിയൊന്നുമില്ല. അവരവിടെ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ സ്റ്റേജ് ആയിരിക്കും ഉള്ളത്. ഉണ്ടെങ്കിലും കാണുമ്പോൾ ഏത് കണ്ടിട്ട് ഇപ്പൊ അതാണ് ഇവിടെ ഈ പരിപാടി ഉണ്ടെന്ന് അറിയുന്നു. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായ സനു? കൊള്ളാമോ? ഇഷ്ടായ? ഇറങ്ങി കൈ വിടും. നമ്മുടെ കൈ വിട്ടു. ഇത് എവിടെ നിന്നുള്ളതാണ്? നമ്മള് കല്ലിയൂര്. അതെവിടെ? വെള്ളായണി കേട്ടിട്ടുണ്ട്. ആ വെള്ളായണി. മഷ്റൂം ഫാബിയോ ഒക്കെ മഷ്റൂം പ്രിയം അല്ലേ? ഇത് കണ്ട ഇതിന്റെ വലുത്.
ഈ സ്ഥലം ഓർമ്മ സിനിമയ്ക്കൊക്കെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ചുമ്മാട് പാപ്പിയുടെ പാപ്പി ഒന്നിനെ എടുത്ത് കാണിച്ചുവിടും നേരത്തെ കാണിച്ചുവിടോ ഇല്ല മൊബൈൽ ഇനി ഇവിടെ കനകക്കുന്നില് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ കുറേ ആയി, ഇതിപ്പോ വനം വകുപ്പിൻ്റെതാണ് കേട്ടോ. അപ്പൊ അതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാടിന്റെ ഒരു ഫീല് തോന്നത്തക്ക രീതിയിലുള്ള മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികളായിരിക്കും എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ ആസ്വദിക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പം ഇതുപോലെ അടുത്ത സ്റ്റോളിലേക്ക് എത്താണ്. ഇതുപോലെ കണക്ട് ചെയ്താണ് ഇവിടെ ഓരോ സ്റ്റോളും അവര് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഓരോ സ്റ്റോളിനുള്ളിലേക്കും കയറുമ്പം ഭയങ്കര ആശ്വാസം തോന്നും കേട്ടോ. നല്ല തണുപ്പ് കിട്ടുന്ന രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് കുഞ്ഞിനെയൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. അപ്പൊ ഈ കാണുന്നതിലൊക്കെ ചുമ്മാത്ത സമയം കൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി വെറുതെ ഒരു രസം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേ പുറത്തേക്ക് ഇനിയിപ്പോൾ അടുത്ത സ്റ്റോളിൽ പോകണമെങ്കിൽ അങ്ങ് മുകളിലേക്ക് പോകണം. അങ്ങനെ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ നടന്ന് തളർന്നു എന്ന് പറയാം കേട്ടോ. പിന്നെ സനമോളാണെങ്കിൽ അങ്ങനെ ഒരു ഇങ്ങനെ നിർബന്ധം പിടിക്കുകയോ കരയോ ഒന്നും ചെയ്തില്ല. കാരണം അവള് നടക്കുന്നില്ലല്ലോ. അവളെയും കൊണ്ട് നമ്മൾ രണ്ടുപേരും മാറി തിരിഞ്ഞു ഇങ്ങനെ എടുത്തോണ്ട് നടക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർക്കൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. പലതരത്തില് പിന്നെ ഒരിടത്ത് ചെല്ലുമ്പോഴേക്കും ബലൂണൊക്കെ കൊടുത്തു, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം സനമോൾ ആ ബലൂണും പിടിച്ചോണ്ട് നിൽക്കുകയാണേ. ഇത് കണ്ടോ, ഇത് കാരവനാണ് കേട്ടോ. കാരവൻ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഒരു ബസ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അങ്ങനെ ഇപ്പം നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. കയറുമ്പോഴേക്ക് ഇവിടെ ഉണ്ട് 4 സീറ്റ്, 2 സൈഡിലുമായിട്ട് 2 സീറ്റ് വീതമുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഇരുന്ന് നോക്കിയേട്ടോ. ഇരുന്നപ്പോൾ നല്ല സുഖമുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ആ ഫാബിമോൾ നിൽക്കുന്ന ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, അതൊരു ചെറിയൊരു കിച്ചൺ യൂണിറ്റ് പോലെയാണ്. പിന്നെ നമ്മളിവിടെ നിന്ന് നേരെ വരുമ്പോഴേക്ക് റൈറ്റ് സൈഡിൽ ബെഡാണ് കേട്ടോ. 4 പേർക്ക് കിടക്കാനുള്ള രീതിയിലുള്ള സംവിധാനമാണ്. ശരിക്കും കാരവൻ എന്നൊക്കെ പറയുമ്പോഴേക്ക് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കാണുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണുമ്പോഴേക്ക്. നമുക്ക് തോന്നിപ്പോവും വണ്ടി ഇങ്ങനെ പോകുമ്പോഴേക്ക് കുലുങ്ങത്തില്ലേ എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ബെഡിൽ കിടന്നുള്ള ശീലം നമുക്ക് അറിയാം കേട്ടോ. നമ്മൾ ബാംഗ്ലൂരിൽ പോയിരുന്നപ്പോഴേക്ക് ഇതുപോലത്തെ സീറ്റിലായിരുന്നു അന്ന് നമ്മൾ പോയത് കേട്ടോ. അതാ കേട്ടോ, വാഷ് ബേസിനുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഈ കാരവനുള്ളിലുണ്ട്. സാധാരണ കാരവനൊക്കെ വലിയ വലിയ സിനിമാക്കാരൊക്കെയാണ് വാങ്ങിയിടുന്നത് അല്ലേ, അവരുടെ സൗകര്യത്തിനൊക്കെ വേണ്ടി. അങ്ങനെയൊക്കെയാണ് നമ്മൾ മുൻപും ഒക്കെ കണ്ടിട്ടുള്ളത്. ഷൂട്ടൊക്കെ നടക്കുമ്പോഴേക്ക് കണ്ടിട്ടില്ലേ കാരവൻ ബസ്സൊക്കെ വന്ന് നിൽക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു കാശുള്ള സാധാരണക്കാർ പോലും കാരവനൊക്കെ വാങ്ങിച്ചു വയ്ക്കും. അല്ലാത്തവർക്ക് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ഗവൺമെന്റിൽ തന്നെ ഉണ്ട്. നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാരവൻ കിട്ടും. അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇതാ കണ്ട, ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ. TV ഉണ്ട്. എന്തില്ല എന്ന് വേണം ചോദിക്കാൻ. ഇതിനകത്ത് കയറുമ്പോഴേക്കും നമുക്ക് വേറൊരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ വന്ന കാര്യം നടത്താൻ പോകുന്നത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് വന്നു. അവിടെയും അത്യാവശ്യം കുട്ടികളൊക്കെ നിപ്പുണ്ട്. വലിയവരും കുട്ടികളും ഒക്കെ ഓരോ റൈഡിൽ കയറാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ എന്തായാലും കയറുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഫാബിമോള് കയറാണ്. പെൺപിള്ളേരൊക്കെ ആയാലും ഇങ്ങനൊക്കെ കയറിയൊക്കെ ധൈര്യം സമ്മതിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഫാബിമോള് സ്മാർട്ടായിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ഒറ്റ കയറാണ് കേട്ടോ താഴെ. നമുക്കിങ്ങനെ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുന്നെങ്കിലും അത് കുറച്ച് റിസ്ക് ആണ് നമ്മൾ ഇതിൽ കൂടി നടന്ന് ഇപ്പുറത്തേക്ക് വരിക എന്നുള്ളത്. അപ്പം നമുക്കൊരു എമർജൻസി ഘട്ടത്തിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള രീതിക്കാണ് അവർ ഓരോന്നും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് കേട്ടോ. വെള്ളപ്പൊക്കം, അതുപോലെ തീപിടുത്തം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇവരിവിടെ കൊടുക്കുന്നത് കേട്ടോ.
ഇതൊക്കെ ചെയ്യാൻ പഠിക്കണമല്ലോ. ഞാൻ അടുത്തത് അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നത് ഭാരമുള്ള സംവിധാനങ്ങൾ ഉയർത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ കിണറ്റിൽ എന്തെങ്കിലും മൃഗങ്ങൾ അകപ്പെട്ടു പോകാം, കിടങ്ങുകളിൽ വാഹനം അകപ്പെട്ടു പോകാം. അവിടെയൊക്കെ നമ്മൾ ട്രൈപോഡ് സിസ്റ്റം വെച്ചിട്ട് ഈസി ആയിട്ട് ഉയർത്തും. ഇതിൻ്റെ പ്രത്യേകത ഭാരം നമുക്ക് ലഘുവായിട്ട് ഉയർത്താൻ പറ്റും. അത് നിങ്ങളെ കാണിക്കുന്നൊരു സംവിധാനമാണ്. ലോകത്ത് ആദ്യമായിട്ട് മരുമോളെ പൊക്കുന്ന അമ്മായി അമ്മ. മരുമോളല്ലേ? ഭാഗ്യമുള്ള മരുമോളാണല്ലോ. നോക്കി മരുമോൾ കാണുമ്പോൾ പോയിട്ടുണ്ടോ? കൈവിട്ടോടാ, കൈവിട്ടേ, കൈവിട്ടേക്ക് അങ്ങോട്ട് നോക്കി ഭായി കൊടുക്ക്. വിട്ടേട്ടോ, ഇൻകേസ് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി, നിങ്ങൾ അകപ്പെട്ടു പോയി. അപ്പൊ നിങ്ങളെ സഹായിക്കാൻ ഫയർഫോഴ്സിനെ വിളിക്കണം. അമ്മായിയമ്മയെ വിളിച്ചിട്ട് കാര്യമില്ല, അമ്മായി വരില്ല. ഫയർഫോഴ്സിന് ഞാൻ നമ്പറിൽ വിളിക്കും. അത് മാത്രം എഴുതിയിട്ടില്ല നമ്മള്. നമുക്കറിയാം, നിങ്ങൾ നോക്കാൻ അറിയാം. 101 മറക്കില്ലല്ലോ. ഓക്കെ, ഇറങ്ങി വിട്ടോ, ഇറക്കാം. ഓക്കെ, മക്കളൊക്കെ ഇറക്കാം. അങ്ങനെ അടുത്ത റൈഡിന് വേണ്ടി ഫാബിമോൾ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയം സനമോൾ ഇവിടെ ബൈക്കിനടുത്ത് വന്ന് നിന്ന് അതിൽ കയറാനുള്ള ഒരു ബഹളം കേട്ടോ. അപ്പം ഞാൻ അതിൽ കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. ഭയങ്കര സന്തോഷം കേട്ടോ. അവൾ എന്തൊക്കെ കാണിക്കുന്നെന്ന് നോക്കിയാൽ, കുഞ്ഞാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വാപ്പാന്ന് പറഞ്ഞ് നിസാറിക്കയുടെ കയ്യും പിടിച്ച് അവളിങ്ങനെ നടക്കാണ് കേട്ടോ. അപ്പോഴേക്ക് ഇതാ ഫാബിമോളുടെ ഊഴം എത്താറായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അവൾക്ക് ഇങ്ങനെ കൈവിട്ട് സനമോൾക്ക് ഇങ്ങനെ ഓടി നടക്കണം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പേടിയായിട്ടുണ്ട്. ഇതാ കണ്ട, ഫാബിമോളാണ് ഇനിയിപ്പം അടുത്ത് 2 പേര് കഴിഞ്ഞാൽ കയറേണ്ടത് കേട്ടോ. അപ്പം നിസാറിക്ക് അതുവരെ അവളുടെ കൈയും പിടിച്ച് ഇങ്ങനെ നടക്കണുണ്ട്. കൈ വിട്ട് കഴിഞ്ഞാൽ ആളങ്ങ് ഓടിപ്പോവേ. അങ്ങനെ ഇപ്പം ഇതാ മോള് കയറേനെ കേട്ടോ. വലിയൊരു ലാഡറൊക്കെ വെച്ചിട്ടുണ്ട്. അത് ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് വേണം ഈ ഇതിലേക്ക് പോവാൻ കേട്ടോ. പിന്നെ കുറേ പേരുണ്ട് കേട്ടോ അവിടെ, താഴെയും മുകളിലും ഒക്കെ ആയിട്ട് കണ്ടില്ലേ, കുറേ പേര് നിൽപ്പുണ്ട്. അവരൊക്കെ ഇങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ കയറുന്നവർക്കൊന്നും പ്രത്യേകിച്ചൊരു ഭയമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം ഇതാണ് അടുത്തത് കേട്ടോ. അപ്പം അതാന്ന് വെച്ചാൽ അവരെ കൈവിട്ട് കഴിയുമ്പോഴേക്ക് ഈ സംഭവം നേരെ അങ്ങ് താഴെ പോകും കേട്ടോ. എന്തായാലും ഫാബിമോളെ എല്ലാം നല്ല ധൈര്യത്തിൽ ചെയ്ത്. അപ്പം നിസാറിക്ക പറയുന്നുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം എന്ന്. അത് ശരി തന്നെയാണ്. ശരിക്ക് പറഞ്ഞ പെൺപിള്ളേരിങ്ങനെ അടങ്ങി ഒതുങ്ങി അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ധൈര്യം സംഭരിച്ച ഓരോ കാര്യങ്ങളിലേക്കൊക്കെ പുറപ്പെടണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനോടൊന്നും മോൾക്കൊന്നും വലിയ താല്പര്യമില്ല. അപ്പം നമ്മുടെ സനമോൾക്ക് പറ്റിയ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവളെ അതിൽ നിർത്തി. അപ്പം ആദ്യമൊക്കെ ആ ട്രിക്കും ടെക്നിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പം നമ്മൾ പറയുന്നുണ്ട് മോളെ ചാടെന്നൊക്കെ. ചാടെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് അറിയണ്ടേ. അപ്പം നിസാറിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അവൾ കൈതട്ടി വിളിക്കുന്നത് കേട്ടോ. വാപ്പ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്ക് അവിടെ നിന്ന് ഇറങ്ങി ഇതിന്റെ ഉള്ളിലൂടെ പുറത്തു വരണം കേട്ടോ. അപ്പൊ നിസാർക്ക് ഇതിനു മുൻപും സനമോൾക്ക് ഈ ഒരു സംഭവം വാങ്ങിക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഇത്ര നല്ല ക്വാളിറ്റിയിൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. നെറ്റിൻ്റെത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊരു സുഖമില്ല. അതാ കുഞ്ഞതിൻ്റെ അകത്തൂടെ വരുന്നത് നോക്കിക്കേ. ഈ വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. ഇതിപ്പോ ഇവരെവിടെ നിന്നാണാവോ ഒപ്പിച്ചത് അതറിയത്തില്ല. ഇത് വന്നിട്ട് ആരോഗ്യവകുപ്പിന്റെ പേ വിഷബാധയെ കുറിച്ചുള്ള ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഞങ്ങൾ ഇതിന് തൊട്ട് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പട്ടിയെ കടിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ തൊട്ട് പിറ്റേ ദിവസം ഇവിടെ നമ്മുടെ ഇന്ദിരാനഗർ വഴയില ഭാഗങ്ങളിൽ 10-30 പേരെ പേപ്പട്ടി കടിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായി കേട്ടോ. നമ്മളെ ഇന്ദിരാനഗർ അസോസിയേഷൻ പ്രസിഡന്റ് ലെറ്റർ കൊടുത്തു നമ്മളെ കൗൺസിലിന്റെ മറുപടിയും ഉടൻ തന്നെ കിട്ടി. എന്താണെന്നറിയോ, നമ്മൾ ആ പട്ടികൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു റോഡ് നീളെ കൊടുക്കുന്നില്ലേ, അതൊക്കെ കുറ്റകരമാണ്. പട്ടികൾക്കല്ല ആഹാരം കൊടുക്കണമെങ്കിൽ ഗേറ്റിൻ്റെ അകത്ത് വെച്ച് കൊടുക്കണം. പട്ടിയെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു അധികാരവും കോർപ്പറേഷനില്ല. വന്ധീകരണമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ച് അതേ സ്ഥലത്ത് വിടണമെന്നാണ് കോടതി വിധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. എല്ലാവർക്കും അവരവരുടെ എക്സ്ക്യൂസ് പറയാനേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ സൂക്ഷിച്ചാൽ കൊള്ളാം. ഇതെന്താ പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് ഈ ബട്ടർഫ്ലൈ നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊരു ഭംഗിയല്ലേ.
ഓരോരോ രീതികൾ നോക്കിക്കേ. ഇതൊക്കെ ഓരോ ഇത് പറയാൻ അവയർനെസ് ആണ്. അതുപോലെ തന്നെ ഇത് പ്ലേറ്റ് ആണ് കേട്ടോ, മറ്റേ ഫോയിൽ പ്ലേറ്റ് ഇല്ലേ, അതാണ് സംവിധാനം. കണ്ടാൽ നമുക്ക് അലുമിനിയം ഫോയിൽ കൊണ്ട് എന്തോ ചെയ്തിരിക്കുന്നു, ഇത് കംപ്ലീറ്റ് പ്ലേറ്റ് ആണ് കേട്ടോ. പിന്നെ അവിടെ ഇതുപോലെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സനമോൾ ഇപ്പൊ ചെറുതായിട്ട് ടയേർഡായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ബാപ്പ എന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കും കേട്ടോ. നമ്മളൊന്നും എടുത്താ പോരാ. അപ്പൊ ഞങ്ങള് ഇവിടെ നിൽക്കുന്ന നമ്മളും ടയേർഡായി കേട്ടോ. അപ്പൊ അവിടെ ഇരിക്കാനൊക്കെ നമുക്ക് അവിടെ സീറ്റിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴേക്കും നിസാറിക്കത് ഫ്രണ്ടിലേക്ക് വന്ന് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഫ്രണ്ടൊക്കെ എടുത്തിട്ട് വന്നപ്പോഴേക്ക് ഇതാ സനമോൾക്ക് സ്റ്റെപ്പ് കയറണം കേട്ടോ. അപ്പം തറയുന്നത് തന്നെ അവൾക്ക് കയറണം. അങ്ങനെ നിസാറിക്ക് ഇതാ പിടിച്ചോണ്ട് പോവാണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ 2-3 ദിവസമേ ഈ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് അവനവന് ഇഷ്ടമുള്ള താല്പര്യമുള്ള സ്റ്റോളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ഓരോരോ ഇത് സെൻട്രൽ പ്രിസൺ, അതാണ് ഇതിനുള്ളില് എങ്ങനെ കയറിയാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ മോഡലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ജയിലിലൊന്നും എല്ലാവർക്കും അങ്ങനെ കയറിയൊന്നും കാണാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം അതുപോലെ അവര് മോഡൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും എല്ലാം അവര് ഡീറ്റെയിൽ ആയിട്ട് അവര് അവിടെ വിവരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ അതിന്റെ വിവരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ ഉള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ സെൻട്രൽ ജയിലിന്റെ അകത്ത് ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെന്നുള്ള രീതിയിലുള്ള, പിന്നെ അതിന്റെ ജയിലിന്റെ ഫുള്ള് മോഡലും ഇവരിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഭയം തോന്നും കേട്ടോ. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ഈ ഒരു സ്റ്റോളിലേക്ക് നിൽക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ നിസാറിക്കടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഇറങ്ങാം, ഇതൊന്നും കാണാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. എന്തോ ഒരു മനസ്സിനൊരു ഇഷ്ടക്കേട് പോലെ. അപ്പം നിസാറിക്ക പറഞ്ഞു ഇതാ കണ്ട ജയിലിന്റെ അകത്തെല്ലാം മോഡലാണ് ഈ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ജസ്റ്റ് ഞാനിങ്ങനെ വന്ന് നോക്കി. അതിൻ്റെ അകത്ത് അമ്പലം, പള്ളി, ചർച്ച് എല്ലാം ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ, എല്ലാ സംവിധാനവും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് അതിന്റെ മോഡൽ എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സ്റ്റോളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോളൊന്നല്ല, ഈ കനകക്കുന്നിൽ ഇപ്പം നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ പല സ്റ്റോളുകളിലായിട്ട് പല സംഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ എല്ലാത്തിലും ഒന്നും നമ്മൾ പോയൊന്നുമില്ല. കാരണം എനിക്ക് ഇങ്ങനെ മോളെയും കൊണ്ട് ആ ഒരു ഞാൻ പറഞ്ഞില്ല അഡ്വഞ്ചർ ഇതിൽ അവിടേക്ക് വരണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ വന്നത്. അപ്പം ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പം അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.